ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. വയറിനകത്ത് ഗ്യാസ് ഉണ്ടാകാത്ത, ഏമ്പക്കമോ കീഴ്വായോ ഇടയ്ക്കെങ്കിലും ഉണ്ടാകാത്ത ഒരു മനുഷ്യരും ഇല്ല എന്ന് തന്നെ പറയാൻ സാധിക്കും. പലപ്പോഴും അത് നമുക്ക് നോർമലാണ് എന്ന് തന്നെ പറയാം. എന്നാൽ ചിലരുടെ കാര്യമുണ്ട്, എന്ത് കഴിച്ചാലും ഗ്യാസാണ്. അവർക്ക് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇരിക്കാൻ പറ്റത്തില്ല, കിടക്കാൻ പറ്റത്തില്ല, വയറിനകത്ത് ഉരുണ്ട് മറിയുന്ന ഒരു സെൻസേഷനാണ്. മോഷൻ പോയിരുന്നാൽ അല്പം ആശ്വാസം കിട്ടുമെങ്കിലും ഇവർക്ക് ഒരു കാര്യവും ചെയ്യാനുള്ള ഉന്മേഷമില്ല, ജോലി ചെയ്യാൻ പറ്റത്തില്ല, വീട്ടിൽ ഒരു സമാധാനമില്ല, ഒരിടത്ത് കിടക്കാൻ പറ്റത്തില്ല. ഈ ഒരു അവസ്ഥയാണ്. ഡോക്ടർമാരെ കാണുന്നു, ഗ്യാസിൻ്റെ മരുന്ന് കഴിക്കുമ്പോൾ അല്പം ആശ്വാസം കിട്ടും, വീണ്ടും കുറച്ച് ദിവസം കഴിയുമ്പോൾ പഴയ അവസ്ഥ തന്നെ. ഗ്യാസിന് മുൻപ് കഴിച്ചിരുന്ന ഗുളിക ഒരുപക്ഷെ ഇപ്പോൾ നമ്മൾ അതേ ഡോസ് കഴിച്ചാലും നമുക്ക് ഗ്യാസ് ശല്യം കുറയത്തുമില്ല. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഗ്യാസ് ശല്യം ഉണ്ടാകുന്നതെന്ന് വിശദീകരിക്കാം. നമ്മൾ കഴിക്കുന്ന ചില ഇനം ഫുഡുകളും നമ്മൾ ഫുഡ് കഴിക്കുന്ന ചില രീതികളുമാണ് നമുക്ക് ഗ്യാസ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ഗ്യാസ് ഉണ്ടാക്കുന്ന 10 തരം ഭക്ഷണങ്ങളും ഈ ഭക്ഷണങ്ങൾ ഗ്യാസ് ഉണ്ടാക്കാതെ എങ്ങനെ നമുക്ക് കഴിക്കാം എന്നുള്ളത് ഞാൻ വിശദീകരിക്കാം. ഈ ഇൻഫർമേഷൻ നിങ്ങൾ എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക. കാരണം പണ്ട് ഒരു 50 വയസ്സ് കഴിഞ്ഞവരിൽ കാണുന്ന പ്രശ്നമായിരുന്നു ഗ്യാസ് ശല്യം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 20 വയസ്സുള്ളവർക്ക് പോലും ഏമ്പക്കവും വയറിനകത്ത് ഉരുണ്ട കയറ്റവും ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരുപാട് പേരുണ്ട്. വയറിനകത്തേക്ക് സാധാരണ ഗ്യാസ് ഉണ്ടായി എത്തുന്നത് 2 കാരണങ്ങളിലൂടെയാണ്. ഒന്ന്, ഡെഫിനറ്റ്ലി നമ്മുടെ വായയിലൂടെ നമ്മൾ കഴിക്കുന്ന ഫുഡിലോ അല്ലെങ്കിൽ കുടിക്കുന്ന വെള്ളത്തോടൊപ്പം തന്നെ ധാരാളം ഗ്യാസ് ഉള്ളിലേക്ക് പോവുകയും വയറിനകത്ത് അത് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യും. രണ്ടാമത്തത്, വയറിനകത്ത് തന്നെ ഗ്യാസ് വല്ലാണ്ട് ഉണ്ടായി വരുന്ന ശീലമാണ്. നമുക്ക് എല്ലാവർക്കും കഴിക്കുന്ന ഫുഡ് ദഹിപ്പിക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് നാരുകളടങ്ങിയ ഫൈബർ ഫുഡുകൾ ദഹിപ്പിക്കുന്ന സമയത്ത് വയറിനകത്ത് ധാരാളം ഗ്യാസ് ഉണ്ടാകാറുണ്ട്. അത് ഹൈഡ്രജൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ കാർബൺ ഡൈ സൾഫൈഡ് ആയിക്കോട്ടെ, നൈട്രജൻ ആയിക്കോട്ടെ, ഈ ഗ്യാസുകൾ ഉണ്ടാകുന്നുണ്ട്. ഇത് പുറത്തേക്ക് പോകുന്നുമുണ്ട്. എന്നാൽ ചിലരിൽ ഇത് ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു വരാം. അത്തരക്കാരിലാണ് ഈ ഗ്യാസ് വയറിനകത്ത് നമ്മുടെ കുടലിലോ എവിടെയെങ്കിലും ട്രാപ്പ് ചെയ്തിട്ട് അവർക്ക് വേദനയോ ഇല്ലെങ്കിൽ ഭയങ്കരമായി ഉരുണ്ട് മറിയുന്ന പോലുള്ള ബുദ്ധിമുട്ടുകളോ അനുഭവപ്പെടുന്നത്. സാധാരണ നമ്മുടെ വായയിലൂടെ ഗ്യാസ് ഉള്ളിലോട്ട് കയറുന്നതിന് 3 കാരണങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് സംസാരിച്ചുകൊണ്ട് ഫുഡ് കഴിക്കുക, ഇല്ലെങ്കിൽ നമ്മൾ ഫുഡ് പലപ്പോഴും സ്ട്രോയിൽ കൂടെ നമ്മൾ വെള്ളമെല്ലാം കുടിക്കുന്ന സമയത്ത് ഗ്യാസ് ഉള്ളിലേക്ക് ഫുഡിൻ്റെ ഒപ്പം വലിച്ചു കയറ്റുന്ന ഒരു രീതി. ഈ ഒരു രീതിയിൽ പലപ്പോഴും നമ്മൾ TV എല്ലാം കണ്ടുകൊണ്ടോ സംസാരിച്ചുകൊണ്ടോ ചിരിച്ചുകൊണ്ടോ എല്ലാം ഫുഡ് കഴിക്കുമ്പോൾ ഫുഡിൻ്റെ ഒപ്പം തന്നെ ഗ്യാസും ഉള്ളിലേക്ക് ചേരുന്നു. ഇത് ആമാശയത്തിൽ ചെന്ന് ചിലത് കുറച്ച് ഏമ്പക്കമായിട്ട് പോകുമെങ്കിലും ചിലർക്ക് ഇത് വയറിനകത്ത് ട്രാപ്പ് ചെയ്യപ്പെട്ട് കുടലിലേക്ക് പോയി ബുദ്ധിമുട്ടുകൾ ക്രിയേറ്റ് ചെയ്തെന്ന് വരാം. രണ്ടാമത്തത്, ചുരുങ്ങിയ സമയം കൊണ്ട് ഒരുപാട് ഫുഡ് ഉള്ളിലേക്ക് എത്തിക്കുന്നവരിലും ഗ്യാസ് കയറാറുണ്ട്. പലപ്പോഴും തിരക്കേറിയ ലൈഫ് സ്റ്റൈലിൽ നമ്മൾ ചുരുക്കിയ സമയം കൊണ്ട് ഉച്ചഭക്ഷണമോ മോർണിംഗ് ഫുഡോ പെട്ടെന്ന് വാരി വിഴുങ്ങുന്ന ഒരു രീതി വയറിനകത്തേക്ക് അമിതമായിട്ട് ഗ്യാസ് എത്തുന്നതിന് കാരണമാകുന്നുണ്ട്. മൂന്നാമത്തത്, നമ്മൾ വായ്ക്കകത്ത് സ്ഥിരമായിട്ട് എന്തെങ്കിലും ഇട്ട് ചവയ്ക്കുമ്പോൾ, ഉദാഹരണത്തിന് ചൂയിങ്കം കഴിക്കുന്നത് അല്ലെങ്കിൽ മുട്ടായി പതിവായിട്ട് കഴിക്കുന്ന ആൾക്കാരിലെല്ലാം തന്നെ നമ്മൾ ഇത്തരത്തിൽ ച്യൂ ചെയ്യുന്ന സമയത്തേക്ക് വായ്ക്കകത്തേക്ക് ഗ്യാസ് എത്തുകയും നമ്മൾ ഉമിനീര് ഇറക്കുന്ന സമയത്ത് ഈ ഗ്യാസും കൂടി ഉള്ളിലേക്ക് നമ്മൾ വിഴുങ്ങിപ്പോവുകയും ചെയ്യുന്നു. ഈ രീതിക്കാണ് സാധാരണ നമ്മുടെ വായയിലൂടെ നമുക്ക് ഗ്യാസ് ഉള്ളിലേക്ക് പോകുന്നത്. ഇനി രണ്ടാമത്തത്, വയറിനകത്ത് തന്നെ എന്തുകൊണ്ട് ഗ്യാസ് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് കോൺസ്റ്റിപ്പേഷനാണ്, മലംപിടുത്തം എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. മലം ശരിയായിട്ട് പോയില്ല എങ്കിൽ, മലശോധന ഇല്ല എന്നുണ്ടെങ്കിൽ മലത്തിനകത്ത് തന്നെ ഗ്യാസ് ധാരാളം, പ്രത്യേകിച്ച് മീഥെയ്ൻ പോലുള്ള ഹൈഡ്രജൻ സൾഫൈഡ് പോലുള്ള ചില വായു ഉണ്ടാകുന്നു. സാധാരണ മലത്തിൽ നിന്നും താഴേക്കാണ് ഉണ്ടായി പോകുന്നതെങ്കിൽ ഒരുപക്ഷെ അത് മലദ്വാരം വഴിക്ക് പുറത്തേക്ക് ഗ്യാസായിട്ട് കീഴ്വായുവായിട്ട് പോകും. എന്നാൽ ഈ മുകളിലേക്കാണ് ഗ്യാസ് ഉണ്ടായി വരുന്നതെങ്കിൽ ഇത് പുറത്തേക്ക് പോകാതെ കുടലിനകത്ത് ഗ്യാസ് നിറഞ്ഞു വരുന്നു. മലമ്പിടുത്തമുള്ളവരിൽ വളരെ കോമൺ ആയിട്ട് ഗ്യാസ് ശല്യം വിട്ടുമാറാത്തതിന് കാരണം തന്നെ മരത്തിൽ നിന്നും ഇത്തരത്തിലുണ്ടാകുന്ന ഗ്യാസാണ്. ഇത് പലപ്പോഴും അമിത ദുർഗന്ധമുള്ള ഫൗൾ സ്മെല്ലിംഗ് ഗ്യാസ് ആയിരിക്കും കീഴ്വായുവായിട്ട് ഇത് പുറത്തേക്ക് പോകുമ്പോൾ കാണുന്നത്. ഇനി വളരെ കോമൺ ആയിട്ട് ഗ്യാസ് ഉണ്ടാക്കുന്ന 10 തരം ഫുഡ് ഞാൻ വിശദീകരിക്കാം. ഈ ഫുഡിൻ്റെ പേര് പറയുമ്പോൾ ഇവ നിങ്ങൾ ഒഴിവാക്കണമെന്നല്ല, ഈ ഫുഡ് എങ്ങനെ ഗ്യാസ് ഉണ്ടാക്കാതെ കഴിക്കാം എന്നുള്ള രീതിയാണ് ഞാൻ വിശദീകരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത്, നമ്മൾ സാധാരണ കഴിക്കുന്ന പയറ്, കടല, പരിപ്പ്, ബീൻസ് പോലുള്ളവയാണ്. കാരണം ഇവയ്ക്കകത്ത് അടങ്ങിയിട്ടുള്ള ചില കെമിക്കൽസും അതോടൊപ്പം ഇവയ്ക്കകത്ത് ഉയർന്ന അളവിലുള്ള ഫൈബറുകളുമുണ്ട്. ഫൈബറുകൾ സാധാരണ ദഹിക്കുന്നത് നമ്മുടെ ആമാശയത്തിലല്ല. ആമാശയത്തിലുള്ള ദഹനരസങ്ങൾക്ക് ഫൈബറിനെ ദഹിപ്പിക്കാൻ സാധിക്കില്ല. കുടലിലേക്ക് ചെല്ലുമ്പോൾ, ചെറുകുടലിലാണ് ഈ ഫൈബറിൻ്റെ ദഹനം തുടങ്ങുന്നതും അവിടെയാണ് ഇതിൻ്റെ ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത്. അതുകൊണ്ടാണ് ഫൈബറുകൾ പലപ്പോഴും നമ്മുടെ കുടലിനകത്തൊരു ചൂര് പോലെ വർക്ക് ചെയ്യുന്നതെന്നും ഈ ഫൈബറുകൾ
ഫൈബറുകൾ അത് രണ്ട് തരത്തിൽ സോലുബിൾ ഫൈബർ ഇൻസോലുബിൾ ഫൈബറും ഉണ്ട്. ഇൻസോലുബിൾ ഫൈബർ ഒരു ചൂല് പോലെ നമ്മുടെ കുടലിനകം വൃത്തിയാക്കി താഴെ മലത്തിലേക്ക് പോയിട്ടാണ് ഈ കോൺസ്റ്റിപ്പേഷൻ പോലുള്ള പ്രശ്നങ്ങൾ മാറ്റുന്നത്. പയറ്, കടല, പരിപ്പ്, ഈ ബീൻസ് പോലുള്ളവയ്ക്കകത്ത്, ബീൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം നമ്മുടെ ചുറ്റും കാണുന്ന തൂരപ്പയർ, ചതുരപ്പയർ പോലുള്ളവയ്ക്കകത്തെല്ലാം തന്നെ ഈ ഫൈബറുകൾ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഈ ഫൈബറിൻ്റെ നാരുകളുടെ ഒപ്പമാണ് ഈ പയറിൻ്റെ കടലയ്ക്കകത്തുള്ള ഈ പ്രോട്ടീനുകളും കാർബോഹൈഡ്രേറ്റ്സും പറ്റിപ്പിടിച്ചിരിക്കുന്നത്. സാധാരണഗതിയിൽ നമ്മളിവ വേവിക്കുന്നത് എങ്ങനെയാണ്? നമ്മളിവ കുതിർത്തിട്ടാണ് വേവിക്കുന്നത്. വേവിക്കുന്ന സമയത്ത് ഇവ കുതിർന്ന് ഇതിനകത്തുള്ള കാർബോഹൈഡ്രേറ്റ്സും പ്രോട്ടീൻസും ഫൈബറിൽ നിന്ന് വിട്ടുമാറുന്നു. ഇവ നമ്മൾ കഴിക്കുമ്പോൾ ഈ കാർബോഹൈഡ്രേറ്റ്സും പരമാവധി പ്രോട്ടീനും നമ്മുടെ ആമാശയത്തിൽ തന്നെ ദഹിക്കുകയും ഫൈബർ മാത്രം നമ്മുടെ കുടലിലേക്ക് പോവുകയും ചെയ്യുന്നു. എന്നാൽ നമ്മൾ ഈ ഫുഡ് തണുത്ത് കഴിഞ്ഞാൽ, അതായത് നമ്മളിവ പാകം ചെയ്യുമ്പോൾ ഇവ കുതിർന്ന് ഫൈബറിൽ നിന്നും വേർതിരിയുന്നു. ഇവ തണുത്ത് കഴിയുമ്പോൾ വീണ്ടും ഫൈബറിൽ തന്നെ ഈ കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ഒട്ടിപ്പിടിക്കും. ഇത്തരത്തിൽ പാകം ചെയ്തതാണെങ്കിലും തണുത്ത ഈ പയറുവർഗ്ഗങ്ങളും ബീൻസും എല്ലാം കഴിക്കുമ്പോൾ ആമാശയത്തിൽ ഈ ഫൈബറിനോട് ഒട്ടിപ്പിടിച്ച പ്രോട്ടീനെയോ കാർബോഹൈഡ്രേറ്റ്സിനെയോ വയറിന് ദഹിപ്പിക്കാൻ പറ്റത്തില്ല. ഇതവിടെ നേരെ കുടലിലേക്ക് പോകും. കുടലിനകത്തുള്ള ബാക്ടീരിയകൾ ഈ കാർബോഹൈഡ്രേറ്റ്സിലും പ്രോട്ടീനിലും പ്രവർത്തിച്ച് ഭയങ്കരമായിട്ട് ഗ്യാസ് ഉണ്ടാക്കും. ഇതുകൊണ്ടാണ് ഈ പയറും കടലയും പരിപ്പും ബീൻസും എല്ലാം കഴിക്കുന്നവർക്ക് ഗ്യാസ് ശല്യം ഉണ്ടാകുന്നത്. ഇത്തരക്കാർ ചെയ്യേണ്ടത്, അതായത് ഈ പറഞ്ഞ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ ഗ്യാസ് ഉണ്ടാകുകയാണെങ്കിൽ നിങ്ങളിവ പാകം ചെയ്ത് ചൂടോടെ മാത്രം കഴിക്കുക. ചൂടോടെ കഴിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മുടെ ആമാശയത്തിനകത്ത് ഇതിനകത്തുള്ള കാർബോഹൈഡ്രേറ്റ്സിനെ നമ്മുടെ ശരീരം ദഹിപ്പിക്കുകയും ഫൈബർ മാത്രം താഴേക്ക് പോവുകയും വലിയ ഗ്യാസ് ശല്യം ഉണ്ടാകുകയും ഇല്ല. എന്നാൽ നമ്മൾ ചൂട് ഒരല്പം തണുത്തതിന് ശേഷം, പ്രത്യേകിച്ച് രാവിലെ പാകം ചെയ്തിട്ട് ഉച്ചയ്ക്ക് നമ്മൾ കൊണ്ടുപോവുകയാണ്, പയറോ കടലയോ നമ്മൾ ജോലിക്ക് പോകുമ്പോൾ കൊണ്ടുപോയി കഴിക്കുകയാണെങ്കിൽ തണുത്ത് കഴിഞ്ഞാൽ ഇത്തരക്കാരിൽ ഇത് ഭയങ്കരമായിട്ട് ഗ്യാസ് ശല്യം ഉണ്ടാക്കും. ഇനി രണ്ടാമത്തത് പാൽ ചേർത്തിട്ടുള്ള ഭക്ഷണങ്ങളാണ്. നിങ്ങൾക്കറിയാം പാല് ചേർത്തിട്ടാണ് നമ്മൾ മലയാളികൾ എല്ലാ ഫുഡും, മിക്കവാറും കുട്ടികൾക്ക് മുതൽ തന്നെ പാല് കൊടുക്കാറുണ്ട്. മുതിർന്നവരാണെങ്കിലും പാല് കഴിക്കാറുണ്ട്. ചായയിലോ കാപ്പിയിലോ ചേർത്ത് കഴിക്കും. ഓട്സിൽ നമ്മൾ മിക്സ് ചെയ്യാറുണ്ട്. ഐസ്ക്രീം പോലെ പാലിൻ്റെ ഒട്ടനവധി പ്രോഡക്ട്സ് നമ്മൾ കഴിക്കുന്നുണ്ട്. സാധാരണഗതിയിൽ നമ്മുടെ ആമാശയത്തിനകത്ത് ഈ ലാക്ടേസ് എന്ന് പറയുന്ന ഒരു എൻസൈം, ഇതാണ് പാലിനകത്തുള്ള ഈ കാർബോഹൈഡ്രേറ്റ്സിനെ പ്രോട്ടീൻസിനെ എല്ലാം ദഹിപ്പിക്കേണ്ടത്. ഈ ദഹിപ്പിക്കുന്ന എൻസൈം എല്ലാവർക്കും ആമാശയത്തിൽ കാണത്തില്ല. സാധാരണ മുല കുടിച്ച് വളരുന്ന കുട്ടികളിലാണ് ഈ എൻസൈം കൂടുതലായിട്ട് കാണുന്നത്. മുതിർന്നവരിൽ ഈ എൻസൈമിന് ക്രമേണ കുറഞ്ഞു വരുന്നു. ലാക്ടേസ് എൻസൈം നമ്മുടെ ആമാശയത്തിനകത്ത് കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുടിക്കുന്ന പാല് അല്ലെങ്കിൽ പാലിൻ്റെ ഭക്ഷണങ്ങൾ വയറിനകത്ത് പ്രോപ്പറായിട്ട് ദഹിക്കത്തില്ല. പകരം ഇവിടെ നിന്ന് ഇത് കുടലിലേക്ക് പോയി കുടലിലാണ് ദഹിക്കുന്നത്. പലപ്പോഴും ഈ ലാക്ടോസ് പ്രോപ്പറായിട്ട് ദഹിക്കാതെ നമ്മുടെ ആമാശയത്തിൽ നിന്നും കുടലിലേക്ക് പോയാൽ ചിലരിൽ ഇത് ഭയങ്കരമായിട്ടുള്ള ഒരു അലർജിക് റിയാക്ഷൻ ഉണ്ടാക്കും. ലാക്ടോസ് ഇൻടോളറൻസ് എന്നാണ് ഈ ഒരു അവസ്ഥയ്ക്ക് കോമൺ ആയിട്ട് പറയുന്ന പേര്. അതായത് പാല് ചേർത്തിട്ടുള്ള എന്തെങ്കിലും ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുടലിനകത്ത് ഉരുണ്ട് മറിയുന്ന പോലെയും ഭയങ്കരമായിട്ട് ഗ്യാസ് വരികയും നമുക്ക് ടോയ്ലറ്റിൽ പോകണമെന്നൊരു ശീലം തോന്നുകയും നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് കീഴ്വായു ഭയങ്കരമായിട്ട് വരികയും ചെയ്യും. ഇത് ലാക്ടോസ് ഇൻടോളറൻസ് ഉള്ള ഒരുപാട് പേരിൽ സംഭവിക്കുന്നതാണ്. പലപ്പോഴും നിങ്ങൾ ഡോക്ടർമാരെ കാണുമ്പോൾ വിട്ടുമാറാതെ ഗ്യാസ് ഉള്ളവരോട് ഡോക്ടർമാർ പറയാറുണ്ട്, നിങ്ങൾ പാലൊന്ന് നിർത്തുക, ചായയും കാപ്പിയും എല്ലാം കട്ടൻ കുടിക്കുക എന്ന്. അത് കഴിക്കുമ്പോൾ തന്നെ അവരുടെ ഗ്യാസ് ശല്യം കുറയുന്നതിന് കാരണം ഈ ലാക്ടോസ് ഇൻടോളറൻസ് ആണ്. ഇത് കേൾക്കുമ്പോൾ പലർക്കും തോന്നും പാല് നമ്മുടെ സമീകൃത ആഹാരമാണല്ലോ, ഇത് പിന്നെ കഴിക്കേണ്ടതെന്ന് തോന്നും. നിങ്ങൾ പാല് നേരിട്ട് ഉപയോഗിക്കാതെ ഇത് പുളിപ്പിച്ച് ചേർത്ത് കഴിച്ചു നോക്കി, നമ്മുടെ ആമാശയത്തിൽ തന്നെ ഇത് ദഹിക്കും. നമ്മുടെ കുടലിനകത്തുള്ള ബാക്ടീരിയകൾക്ക് ഇത് നല്ലൊരു ഭക്ഷണവുമാണ്, ശരീരത്തിന് ഗുണകരവുമാണ്. അതായത് തൈര്, മോര്, അതേപോലെ നിങ്ങൾക്ക് വെണ്ണ, നെയ്യ്, പനീർ പോലെ പാല് പുളിപ്പിച്ചുണ്ടാക്കുന്ന എല്ലാ പ്രോഡക്ട്സും ഇത്തരക്കാർക്ക് കഴിക്കാം. ഗ്യാസ് ശല്യം കുറഞ്ഞു വരുന്നത് കാണാം. ഇനി ഗ്യാസ് ഉണ്ടാക്കുന്ന മൂന്നാമത്തെ ഭക്ഷണം ആപ്പിളാണ്. നിങ്ങൾക്കറിയാം ആപ്പിൾ ഡെഫിനറ്റ്ലി നമ്മുടെ ശരീരത്തിന് ഗുണകരമാണ്. പക്ഷേ ആപ്പിളിനകത്തുള്ള ഫൈബറും ഫ്രക്ടോസും പലപ്പോഴും നമ്മുടെ ആമാശയത്തിൽ പ്രോപ്പറായിട്ട് ദഹിക്കണമെന്നില്ല. അതോടൊപ്പം നമ്മൾ തൊലിയോടെ ചേർത്തിട്ടാണ് കഴിക്കുന്നതെങ്കിലോ ഈ ഫൈബറും ചിലപ്പോൾ വയറിനകത്ത് ദഹിക്കണമെന്നില്ല. ഇത് നമുക്ക് വയറിനകത്ത് ഭയങ്കരമായിട്ട് ഗ്യാസ് കംപ്ലൈൻറ്റ് ഉണ്ടാക്കാം. പലപ്പോഴും കുട്ടികൾക്കെല്ലാം ഈ ആപ്പിൾ ലൂസ് മോഷൻ ഉണ്ടാക്കുന്നത് കാണാം. എങ്കിൽ പോലും നമ്മുടെ ശരീരത്തിന് വളരെ ഗുണകരമായതുകൊണ്ട് ആപ്പിൾ, നിങ്ങൾക്ക് ആപ്പിൾ കഴിക്കുമ്പോഴാണ് ഗ്യാസ് ശല്യം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആപ്പിൾ പുഴുങ്ങിയിട്ട് ആവിയിൽ വേവിച്ചിട്ട് കഴിക്കാൻ ശ്രമിക്കുക. ആവിയിൽ വേവിച്ച ആപ്പിൾ എന്ന് പറയുമ്പോൾ മലയാളികൾക്ക് അത്ര ശീലമുള്ളതല്ല. നമ്മൾ വേവിച്ച് ഒരു പഴം കഴിക്കുന്ന ശീലം, നമ്മൾ ഏത്തപ്പഴം മാത്രമേ പുഴുങ്ങി കഴിക്കുന്ന ഒരു രീതി കണ്ടിട്ടുണ്ട്. ഏത്തപ്പഴം പോലെ തന്നെ ആപ്പിളും നമുക്ക് രുചികരമായി പുഴുങ്ങി കഴിക്കാം. ആപ്പിൾ കഴിച്ചത് കൊണ്ടുണ്ടാകുന്ന ഗ്യാസ് ശല്യം അതോടെ കുറയുകയും ചെയ്യും.
ഇനി നാലാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ഗ്ലൂട്ടൻ പ്രോട്ടീൻ ചേർന്നിട്ടുള്ള ഫുഡുകൾ. ഗ്ലൂട്ടൻ ചേർന്ന ഫുഡുകൾ നമ്മൾ എന്ത് കഴിക്കുന്നതെന്ന് ഒരു പക്ഷേ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം. ഗോതമ്പ്, ഓട്സ്, ബാർലി പോലുള്ളവയ്ക്കകത്ത് വളരെ സമൃദ്ധമായിട്ട് ഈ ഗ്ലൂട്ടൻ അടങ്ങിയിട്ടുണ്ട്. ഗ്ലൂട്ടൻ എന്ന് പറയുന്നത് ഫുഡിനകത്തുള്ള പ്രോട്ടീനാണ്. നമ്മുടെ ശരീരത്തിന് പലർക്കും ഈ ഗ്ലൂട്ടൻ എന്ന് പറയുന്നത് പലപ്പോഴും അലർജി ആയിട്ട് വരാം. ചപ്പാത്തി കഴിച്ചാലോ അല്ലെങ്കിൽ ഗോതമ്പിൻ്റെ എന്തെങ്കിലും ഫുഡ് കഴിച്ചാലോ അല്ലെങ്കിൽ ഓട്സ് കഴിച്ചാലോ ഈ ചിലവർക്ക് ബാർലി വെള്ളം കുടിച്ചാലോ എല്ലാം തന്നെ ഭയങ്കരമായിട്ട് ഗ്യാസ് ശല്യം ഉണ്ടാകുന്നത് പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാകാം. ഇതിന് കാരണം ഈ ഗോതമ്പിനകത്തോ അല്ലെങ്കിൽ ഇവയ്ക്കകത്ത് അടങ്ങിയിട്ടുള്ള ഗ്ലൂട്ടനുകളാണ്. സിലിയാക് ഡിസീസ് എന്നാണ് പറയുന്നത്. ഇത്തരത്തിൽ ഈ ഗ്ലൂട്ടൻ ശരീരത്തിന് പ്രോബ്ലം ആയിട്ടുള്ളവർ ഈ ഗോതമ്പോ ഓട്സോ കഴിച്ചു കഴിഞ്ഞാൽ കുടലിനകത്ത് പലപ്പോഴും വല്ലാത്ത ഒരു റിയാക്ഷൻ ഉണ്ടാകുകയും ഭയങ്കര ഗ്യാസ് ഉണ്ടാകുകയും ചെയ്യും. കുടലിനകത്ത് പലപ്പോഴും നമ്മുടെ വയറിനകത്ത് ആമാശയത്തിൽ ഉരുണ്ട് മറിയുന്ന ഒരു ശബ്ദവും അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്യാസ് ഓടുന്ന പോലെ പണ്ടുള്ള ഒരു പക്ഷേ മലയാളികൾ പറയാറുണ്ട്, വയറിനകത്ത് ഇര വിളിക്കുന്ന ശബ്ദം, വിര വിളിക്കുന്ന ശബ്ദം എന്ന് അവർ പതിവായിട്ട് പറയാറുണ്ട്. അതിന് കാരണം തന്നെ വയറിനകത്ത് ഇത്തരത്തിൽ അമിതമായിട്ടുണ്ടാകുന്ന ഗ്യാസാണ്. ഇത്തരക്കാർ ചെയ്യേണ്ടത് ഗോതമ്പിൽ നിന്നും ഈ ഗ്ലൂട്ടൻ മാറ്റിയതിന് ശേഷമുള്ള കിട്ടും. മൈദ അതേപോലെ ആട്ടയ്ക്കകത്തെല്ലാം ഗോതമ്പിനകത്ത് ഗ്ലൂട്ടൻ്റെ അളവ് കുറവാണ്. ഈ ഗ്ലൂട്ടൻ മാറ്റിയ ഓട്സും നമുക്കിന്ന് വാങ്ങിക്കാൻ കിട്ടും. ഇത്തരത്തിൽ ഈ സിലിയാക് ഡിസീസ് ഉള്ളവർ കഴിയുന്നത്ര ഗോതമ്പ് നേരിട്ട് ഉപയോഗിക്കുന്ന ഒരു രീതി ഒഴിവാക്കി പോകുന്നത് തന്നെയായിരിക്കും നല്ലത്. പകരം അവർക്ക് വേണമെങ്കിൽ മൈദ കഴിക്കാം. മറ്റു പച്ചക്കറികളും കൂടി ചേർത്ത് ഫൈബറും കൂടെ ഉൾപ്പെടുത്തി മൈദ കൊണ്ടുള്ള ഫുഡുകൾ ഇത്തരക്കാർക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി അമിതമായിട്ട് ഗ്യാസ് ഉണ്ടാക്കുന്ന അഞ്ചാമത്തെ ഫുഡ് എന്ന് പറയുന്നത് കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ആണ്. നിങ്ങൾക്കറിയാം, സോഡ, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പലയിനം കോളകൾ, ഇവയ്ക്കകത്തെല്ലാം ഉയർന്ന അളവിൽ കാർബൺ ഡൈ ഓക്സൈഡ് നിറച്ചാണ് കിട്ടുന്നത്. പലപ്പോഴും ഇവ നമ്മൾ തുറക്കുന്ന സമയത്ത് തന്നെ അതിനകത്ത് ഗ്യാസ് നുരയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം. ഇത്തരത്തിൽ കാർബണേറ്റഡ് ആയിട്ടുള്ള ഡ്രിങ്ക്സ് നമ്മൾ കുടിക്കുന്ന സമയത്ത് വയറിനകത്ത് ചെല്ലുമ്പോൾ, വയറിനകത്തുള്ള ചൂട് തട്ടുമ്പോൾ, വയറിനകത്തുള്ള എൻസൈംസുമായിട്ട് കോണ്ടാക്ട് വരുമ്പോൾ ഈ ഫ്ലൂയിഡിൽ നിന്നും ഗ്യാസ്, കാർബൺ ഡൈ ഓക്സൈഡ് വേർതിരിയുന്നു. ഇത് വയറിനകത്ത് ചിലരിൽ ഇത് ഏമ്പക്കമായിട്ട് പുറത്തേക്ക് പോവുകയും ഗ്യാസ് മാറുകയും ചെയ്യും. ചിലരിൽ ഇത് കുടലിലേക്ക് പോയി ഭയങ്കരമായിട്ട് ഗ്യാസും ബുദ്ധിമുട്ടും ഉണ്ടാക്കും. പലരും വയറിനകത്തുള്ള ഗ്യാസ് ശല്യം കുറയാനായിട്ട് ഒരു സോഡ കുടിച്ചാൽ മതി എന്ന് പറയുമെങ്കിലും ഇതിനകത്തുള്ള അബദ്ധം മനസ്സിലാക്കുക. പലർക്കും ഈ സോഡയ്ക്കകത്ത് അടങ്ങിയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ചിലപ്പോൾ ഗുണമല്ല, ദോഷമായിരിക്കും ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. അതുകൊണ്ട് ഗ്യാസ് ശല്യമുള്ളവർ കഴിയുന്നത്ര ഇത്തരത്തിൽ സോഡയോ കോളകളോ ഒഴിവാക്കി പോകുന്നത് തന്നെയായിരിക്കും നല്ലത്. ഇനി ആറാമത്തെ വിഭാഗം എന്ന് പറയുന്നത് മദ്യം, ആൽക്കഹോൾ കണ്ടന്റുള്ള പാനീയങ്ങളോ ബിയറോ തന്നെയാണ്. ഡെഫിനറ്റ്ലി ഈ ആൽക്കഹോൾ കണ്ടന്റുള്ള വസ്തുക്കൾ എങ്ങനെ ഒഴിവാക്കുമെന്ന് മലയാളികൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കാം. അമിതമായിട്ട് ഗ്യാസ് ശല്യമുള്ളവർക്ക് ആൽക്കഹോൾ, മദ്യവും അതോടൊപ്പം തന്നെ ബിയറും ഭയങ്കരമായിട്ട് ഗ്യാസ് ശല്യം ഉണ്ടാക്കുന്നവയാണെന്ന് മനസ്സിലാക്കുക. മദ്യം എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ഒരു പാനീയമല്ല. ഇത് കഴിക്കുന്നത് കൊണ്ട് തലച്ചോറിൽ പലരും ഒരു കിക്ക് കിട്ടുന്നു, സുഖം കിട്ടുന്നു എന്ന് പറയുന്നത് തലച്ചോറ് കുറേ സമയത്തേക്ക് കാര്യങ്ങൾ തിരിച്ചറിയാനുള്ള വിവേചന ശേഷി കുറഞ്ഞു പോകുന്നത് കൊണ്ട്, അതായത് ഇവയുടെ സൈഡ് എഫക്റ്റ് ആണ് നമ്മൾ കാണുന്നത്. ശരീരത്തിന് ഈ മദ്യം ഉണ്ടാക്കുന്നത്, ആദ്യം ഈ മദ്യം ചെയ്യുന്നത് വയറിനകത്താണ് ഇതിൻ്റെ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നത്. പതിവായിട്ട് മദ്യം കഴിക്കുന്നവരിലോ ബിയർ കഴിക്കുന്നവരിലോ വയറിനകത്ത് പതിവായിട്ട് ഈ ഇൻഫ്ലമേഷൻ ഉണ്ടാകുകയും നമ്മുടെ ദഹനരസങ്ങളുടെ പ്രൊഡക്ഷനിൽ വ്യത്യാസം വരികയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ദഹനരസങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന കരൾ ഉൾപ്പെടെയുള്ള അവയവങ്ങൾക്ക് ഇത് ഇൻഫ്ലമേഷൻ, നീർക്കെട്ട് ഉണ്ടാക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരക്കാരിൽ സാധാരണ ഫുഡ് കഴിക്കുന്നതും പ്രോപ്പറായിട്ട് ദഹിച്ചു എന്ന് വരില്ല. ഉറപ്പാണ് ഇത്തരക്കാരെ ഗ്യാസ് വിട്ടുമാറാതെ ശല്യം ചെയ്തുകൊണ്ടേ ഇരുന്നു എന്ന് വരും. അതുകൊണ്ട് വിട്ടുമാറാതെ ഗ്യാസ് ശല്യമുള്ളവർ മദ്യവും അതേപോലെ ബിയറും ഒഴിവാക്കി പോകുന്നത് തന്നെയായിരിക്കും നല്ലത്. ഇനി അമിതമായിട്ട് ഗ്യാസ് ശല്യം ഉണ്ടാക്കുന്ന ഏഴാമത്തെ ഭക്ഷ്യവിഭാഗം എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സ് ആണ്. നിങ്ങൾക്കറിയാം, നമ്മളിന്ന് ബേക്കറിയിൽ നിന്ന് ഉപയോഗിക്കുന്ന പല ഇനം മധുര പലഹാരങ്ങൾക്കും പണ്ട് നമ്മൾ കഴിച്ചിരുന്ന മധുരമല്ല, നല്ല കടുത്ത മധുരം, നല്ല ഒരു പ്രത്യേക തരത്തിലുള്ള മധുരമാണ് പലതിനും ഫീൽ ചെയ്യുന്നത്. ഇതിനെല്ലാം കാരണം ഇവയ്ക്കകത്ത് ഉപയോഗിക്കുന്ന കൃത്രിമ മധുര പലഹാരങ്ങളാണ്. അതേപോലെ തന്നെ നമ്മളിന്ന് ഉപയോഗിക്കുന്ന പല ഇനം മിഠായികൾക്കകത്തും പഞ്ചസാരയല്ല മധുരത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇത്തരത്തിൽ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സ് ആണ്. ചിലവർക്ക് ഇത്തരം ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സ് ഭയങ്കരമായിട്ട് ഗ്യാസ് ശല്യം ഉണ്ടാക്കാറുണ്ട്. ഇത് മരുന്നിനകത്ത്, ചിലയിനം സിറപ്പുകൾക്കകത്ത് ചേർക്കുന്ന സ്വീറ്റ്നേഴ്സ് ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന സാധാരണ മധുര പലഹാരങ്ങൾക്കകത്ത്, ഇല്ലെങ്കിൽ പ്രമേഹ രോഗികൾക്ക് പഞ്ചസാരയ്ക്ക് പകരമായിട്ട് ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സ് ഉപയോഗിക്കാം. സോർബിറ്റോൾ, സൈലിറ്റോൾ, മാനിറ്റോൾ, ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ്, ഇതെല്ലാം തന്നെ ഇന്ന് നമുക്ക് ലഭ്യമാകുന്ന ഈ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സ് ആണ്. ഇവയെല്ലാം തന്നെ പലരിലും ഗ്യാസ് ശല്യം ഉണ്ടാക്കുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾക്ക് ഗ്യാസ് ശല്യം ഉണ്ടാക്കുന്നത് ഇത്തരത്തിൽ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ് ചേർത്തിട്ടുള്ള, അതായത് ഏതെങ്കിലും തരത്തിലുള്ള മധുര പലഹാരങ്ങൾ കഴിച്ചതിന് ശേഷമാണ് ഗ്യാസ് വരുന്നതെന്നുണ്ടെങ്കിൽ പലപ്പോഴും അതിനകത്തുള്ള വില്ലൻ ഈ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ് ആയിരിക്കും. ഇനി ഗ്യാസ് ഉണ്ടാക്കുന്ന എട്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത്
ഇലവർഗ്ഗങ്ങളും ക്രൂസിഫറസ് വെജിറ്റബിൾസുമാണ്. നിങ്ങൾക്കറിയാം, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഇലവർഗ്ഗങ്ങൾ നമ്മളെല്ലാവരും, എല്ലാ ഡോക്ടർമാരും കഴിക്കണം, നിർബന്ധമായിട്ടും മനുഷ്യർ കഴിച്ചിരിക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. എന്നാൽ ഇലക്കറികൾ കഴിച്ചാൽ ഭയങ്കരമായിട്ട് ഗ്യാസ് ശല്യം ഉണ്ടാകുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. കാരണം ഇത്തരക്കാർക്ക് ഈ ഫൈബർ ഫുഡുകൾ, ഇലക്കറികളിനകത്ത് നിങ്ങൾക്കറിയാം ഫൈബറാണുള്ളത്. ക്രൂസിഫറസ് വെജിറ്റബിൾസ് എന്ന് പറഞ്ഞാൽ ബ്രോക്കോളി, ക്യാബേജ്, കോളിഫ്ലവർ പോലുള്ളവയ്ക്കകത്തും എല്ലാം ഫൈബർ ഉയർന്ന അളവിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇത്തരം ഫൈബറുകൾ എല്ലാവർക്കും ദഹിക്കണമെന്നില്ല. ചിലർക്ക് ഇത്തരം ഫൈബർ ഫുഡുകൾ കഴിക്കുന്ന സമയത്ത് കുടലിനകത്ത് ചെറിയൊരു ഇറിറ്റേഷൻ ഉണ്ടാകുകയും, ഒന്നുകിൽ അവർക്ക് ഈ ഫൈബർ അലർജി ഉണ്ടെങ്കിലോ ഇല്ലെങ്കിൽ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം പോലെ, അതായത് പലർക്കും ഈ ടെൻഷൻ വന്ന അപ്പം തന്നെ ടോയ്ലറ്റിൽ പോകുന്ന ടെൻഡൻസി ഉള്ളവരുണ്ടല്ലോ, അവർക്കും ഒരുപക്ഷെ ഫൈബർ ഫുഡ് കഴിച്ചാൽ അലർജി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഗ്യാസ് ശല്യം ഉണ്ടാകും. എല്ലാത്തരിലും ഈ ഒരു ഫൈബർ ലൂസ് മോഷൻ ഉണ്ടാകത്തില്ല, ഭയങ്കരമായിട്ട് ഗ്യാസ് ശല്യം ആണ് ഇത്തരക്കാരിൽ ഉണ്ടാകുന്നത്. ഇത്തരത്തിൽ ഗ്യാസ് ശല്യം നിങ്ങൾക്ക് ഇലക്കറികളോ ഇല്ലെങ്കിൽ ക്രൂസിഫറസ് വെജിറ്റബിൾസ്, ക്യാബേജോ കോളിഫ്ലവറോ കഴിക്കുമ്പോഴോ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, ഇവ ഞാൻ നേരത്തെ ബീൻസിൻ്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ ഉണ്ടാക്കി ചൂടോടെ മാത്രം കഴിക്കുക. പലപ്പോഴും മുരിങ്ങയിലൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായി ഗ്യാസ് ശല്യം ഉണ്ടാകുന്നതിന് കാരണം ഇത്തരത്തിൽ ഈ ഫൈബറും മുരിങ്ങയിലക്കകത്തുള്ള ചില രാസവസ്തുക്കളും പലർക്കും ഗ്യാസ് ശല്യം ഉണ്ടാക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ഇലവർഗ്ഗങ്ങളും ക്രൂസിഫറസ് വെജിറ്റബിൾസും ക്യാബേജും കോളിഫ്ലവറും എല്ലാം നിങ്ങൾ ചൂടോടെ കഴിച്ചു നോക്കുക, തണുത്തിട്ട് ഇവ ഒഴിവാക്കുക. ഇനി ഗ്യാസ് ശല്യം ഉണ്ടാക്കുന്ന 9ാമത്തെ വിഭാഗം എന്ന് പറയുന്നത് കിഴങ്ങ് വർഗ്ഗമാണ്. ചേമ്പ്, ചേന, കാച്ചിൽ, ഉരുളക്കിഴങ്ങ്, മധുരക്കിഴങ്ങ്, കൂർക്കക്കിഴങ്ങ്, മരിച്ചീനി, ക്യാരറ്റ്, ബീട്രൂട്ട് പോലെ നമ്മൾ മലയാളികൾ ഉപയോഗിക്കുന്ന കിഴങ്ങ് വർഗ്ഗങ്ങൾ ഒരുപാടുണ്ട്. പലപ്പോഴും ഈ കിഴങ്ങ് വർഗ്ഗങ്ങൾ അയ്യോ വേണ്ട, ഗ്യാസ് ആണ് എന്ന് പലപ്പോഴും ഒരു 50 വയസ്സിന് ശേഷമുള്ള ഒരുപാട് പേര് പറയാറുണ്ട്. ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇവയ്ക്കകത്ത് അടങ്ങിയിട്ടുള്ള ഫൈബറുകൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭൂമിക്കടിയിലുള്ള എല്ലാ കിഴങ്ങ് വർഗ്ഗങ്ങൾക്കകത്തും ഫൈബർ അടങ്ങിയിട്ടുണ്ട്. ഈ ഫൈബറിൻ്റെ കൂട്ടത്തിലാണ് ഇവ ഈ കാർബോഹൈഡ്രേറ്റ്സിനെ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നത്. ഡെഫിനറ്റ്ലി നമ്മൾ ഇവ വേവിക്കുന്ന സമയത്ത് ഇതിനകത്തുള്ള കാർബോഹൈഡ്രേറ്റ്സ്, നമ്മുടെ ഫൈബർ സോഫ്റ്റ് ആയിട്ടാണ് കാർബോഹൈഡ്രേറ്റ്സ് നമ്മുടെ ശരീരത്തിന് ഉപയോഗിക്കാൻ പറ്റുന്നത്. പലപ്പോഴും കപ്പ അഥവാ മരിച്ചീനി എല്ലാം തന്നെ നിങ്ങൾ ചൂടോടെ കഴിച്ചാൽ കുഴപ്പമില്ല, തണുത്ത് കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് പലപ്പോഴും ഭയങ്കരമായിട്ട് ഗ്യാസ് ഉണ്ടാക്കുന്നത് പോലെയും പുളിച്ചു തേട്ടുന്നതിൻ്റെയും കാരണം ഈ തണുത്ത് കഴിഞ്ഞാൽ ഈ ഫൈബർ വീണ്ടും കട്ടിപിടിക്കുകയും ഇവ നമ്മുടെ ശരീരത്തിന് ദഹിപ്പിക്കാൻ ബുദ്ധിമുട്ട് വരുന്നത് കൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത്. മാത്രമല്ല ചേമ്പ്, ചേനയ്ക്കകത്തെല്ലാം തന്നെ ചിലവർക്ക് ശരീരത്തിന് അലർജി ഉണ്ടാകുന്ന, ഇറിറ്റേഷൻ ഉണ്ടാകുന്ന ചില കെമിക്കൽസ് ഉണ്ട്. ഇവ വയറിനകത്ത് ചെന്നാൽ ചെറിയ പൊട്ടലും ചീറ്റലും ഒക്കെ ഈ രാസപ്രവർത്തനം കൊണ്ടുണ്ടാകുന്ന ചില കെമിക്കലുകൾ വയറിനകത്ത് ഇറിറ്റേഷൻ ക്രിയേറ്റ് ചെയ്യുകയും ഗ്യാസ് കൂടുതലുണ്ടാകുകയും ചെയ്തു എന്ന് വരാം. അതുകൊണ്ട് നിങ്ങൾ കിഴങ്ങ് വർഗ്ഗങ്ങൾ കഴിക്കുമ്പോൾ, അത് നിങ്ങൾ ക്യാരറ്റും ബീട്രൂട്ടും ഉൾപ്പെടെയുള്ള കിഴങ്ങ് വർഗ്ഗങ്ങൾ കഴിക്കുമ്പോൾ ചൂടോടെ മാത്രം കഴിക്കുക, തണുത്തിട്ട് ഇവ ഉപയോഗിക്കാതിരിക്കുക. ഇനി അമിതമായിട്ട് ഗ്യാസ് ഉണ്ടാക്കുന്ന 10ാമത്തെ ഭക്ഷ്യവിഭാഗം എന്ന് പറയുന്നത് ഉള്ളി, വെളുത്തുള്ളി പോലുള്ളവയാണ്. നിങ്ങൾക്കറിയാം, ഉള്ളിയും വെളുത്തുള്ളിയും നമ്മുടെ ശരീരത്തിന് ഗുണകരമാണ്. നമ്മുടെ കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനും നമ്മുടെ ശരീരത്തിലെ മറ്റു ക്യാൻസർ പോലുള്ള രോഗങ്ങളെ ചെറുക്കുന്നതിനും എല്ലാം ഇവയ്ക്ക് കഴിവുണ്ട്. ഉയർന്ന അളവിൽ ഫൈബറുണ്ട്. അതുപോലെ തന്നെ ഇവയ്ക്കകത്ത് സൾഫർ അടങ്ങിയിട്ടുണ്ട്. അലിസിൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ, പലപ്പോഴും നമ്മൾ ഈ ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം വായ്ക്കകത്ത് ചവയ്ക്കുമ്പോൾ ഒരു നീറ്റൽ ഫീൽ ചെയ്യത്തില്ല, എരിവ് ഫീൽ ചെയ്യുന്നതിന് കാരണം ഇതിനകത്തുള്ള ഈ അലിസിൻ എന്ന് പറയുന്ന രാസവസ്തുവാണ്. സൾഫറും അലിസിനും എല്ലാം തന്നെ ഡയറക്റ്റായിട്ട് നമ്മുടെ വയറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇത് പലരിലും ഭയങ്കരമായിട്ട് ഗ്യാസ് ശല്യം ഉണ്ടാക്കും. ഇവയ്ക്കകത്തുള്ള ഫൈബറുകളും ചിലർക്ക് ഗ്യാസും ഇറിറ്റേഷനും ഉണ്ടാക്കിയെന്ന് വരാം. അതുകൊണ്ട് നിങ്ങൾ ഉള്ളിയും വെളുത്തുള്ളിയും കഴിക്കുമ്പോൾ ഗ്യാസ് ശല്യം ഇല്ല എങ്കിൽ നിങ്ങൾ പച്ചയ്ക്കോ സാലഡ് ഫോമിലോ നിങ്ങൾക്ക് കഴിക്കാം, പ്രോബ്ലം ഇല്ല. എന്നാൽ ഇവ കഴിക്കുമ്പോൾ ഗ്യാസ് ഉണ്ടാക്കുന്നവരാണെങ്കിൽ നിങ്ങൾ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒന്ന്, ഇവ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നന്നായിട്ട് വേവിക്കുക. വെന്ത് കഴിഞ്ഞാൽ ഇവയ്ക്കകത്തുള്ള ഫൈബർ സോഫ്റ്റ് ആവും, ബ്രേക്ക് ആവും, നിങ്ങൾക്ക് ദഹിപ്പിക്കാൻ സാധിക്കും. മാത്രമല്ല, നിങ്ങൾ ഉള്ളിയും വെളുത്തുള്ളിയും കഴിക്കുന്ന സമയത്ത് വായ്ക്കകത്ത് വെച്ച് നന്നായിട്ട് ചവച്ച് അരച്ച് കഴിക്കാൻ ശ്രമിക്കുക. പാകം ചെയ്ത ശേഷം ചവച്ചരയ്ക്കുമ്പോൾ ഇവയ്ക്കകത്ത് അടങ്ങിയിട്ടുള്ള അലിസിൻ എന്ന് പറയുന്ന രാസവസ്തു നമ്മുടെ ഉമിനീരിലെ ടയലിൻ എന്ന് പറയുന്ന ഒരു കെമിക്കലുണ്ട്. ഇവയുമായിട്ട് ചേർന്നിട്ട് അലിഡിൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ ഉണ്ടാവും. നമ്മൾ ഉള്ളിയും വെളുത്തുള്ളിയും ചവയ്ക്കുമ്പോൾ വായ്ക്കകത്ത് നീറ്റൽ അനുഭവപ്പെടുന്നതിന് കാരണം ഈ അലിഡിൻ്റെ ഫോർമേഷനാണ്. വായ്ക്കകത്ത് വെച്ച് അലിഡിൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവ പിന്നെ വയറിനകത്ത് ദഹിപ്പിക്കാൻ സാധിക്കും. ഈ അലിഡിനാണ് നമ്മുടെ കൊളസ്ട്രോൾ കുറയ്ക്കുന്നതും നമ്മുടെ രക്തത്തിനെ കൂടുതൽ ക്ലിയർ ചെയ്യാനെല്ലാം സഹായിക്കുന്നത്. നമ്മൾ വായ്ക്കകത്ത് വെച്ച് വേവിച്ച ഉള്ളിയും വെളുത്തുള്ളിയും ചവച്ചരച്ച് നിങ്ങൾ കഴിച്ചു നോക്കി ഗ്യാസ് ശല്യം കുറയുന്നത് കാണാം. ഇത്തരത്തിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഗ്യാസ് ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളാണെങ്കിൽ പോലും നമുക്ക് സേഫായിട്ട് ആരോഗ്യകരമായി ഉപയോഗിക്കാൻ സാധിക്കും. ഈ ഇൻഫർമേഷൻ നിങ്ങൾ എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക. ഡെഫിനറ്റ്ലി ഒരു 20 വയസ്സ് മുതൽ മുകളിലേക്കുള്ള ഒരുപാട് പേർക്ക് ഇത് ഉപകാരപ്പെടുമെന്ന് ഉറപ്പാണ്. വീണ്ടും മറ്റൊരവസരത്തിൽ മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടാം. ബൈ.